അമ്മ ആ അമ്മ എപ്പോഴാ നീറ്റ്? അമ്മയാ ഇപ്പം എഴുന്നേറ്റ് വന്നുള്ളൂ. കടയിൽ ഭയങ്കര ചൂടായിരുന്നടാ. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മടുത്തു. ഭയങ്കര ചൂട്, എന്നാ ചൂടായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു. വന്നു കഴിഞ്ഞ് ചോറുണ്ട് കഴിഞ്ഞിട്ട് ഉറക്കം ഉറങ്ങിയതാ. അമ്മേ പിന്നെ അത് പയറ് നാളത്തേനുള്ള കറി ഇട്ടേക്കുന്ന ഞാൻ കപ്പളങ്ങാത്തോരം വെച്ചിട്ട് പോയതല്ലേ. നീ തീർന്നോ? ഞാൻ കുറച്ചെടുത്തോളൂ, ഞാൻ ചോറ് കുറച്ചെടുത്തോളൂ. സത്യമായിട്ട് ചാച്ചനായി എടുത്ത് ചാച്ചി ഞാനേ കറി വെച്ച് വെച്ച് പടുത്തു. ഞാൻ നീന്റെ സ്റ്റഡി ലീവ് കാരണം എനിക്ക് ഇരട്ടി പണിയാ. അതുകൊണ്ട് പയറ് തോരൻ ഉണ്ടാക്കിയത് ഞാൻ. ഇപ്പഴല്ലേ കഴിക്കാൻ പറ്റൂ. അമ്മ എന്താ കടി മേടിച്ചിട്ട് വന്നു? നീ ഇവിടെ ഇരിക്കുമല്ലോ, നീ എന്നെ പിടിക്കുന്നില്ലേ. എന്നും ഞാൻ എന്നതാ ഉണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല. എന്തൊക്കെയാ മേടിച്ച് നോക്കട്ടെ. ചായ ഉണ്ടാക്കുക. ചായ കുടിച്ചതിന് ശേഷം കുറച്ചു നേരം പുറത്തോട്ടിറങ്ങാം. അമ്മ എന്തേ? അമ്മി കുളിക്കണോ? എല്ലാരും വിളിച്ചിട്ട് വരാം. എനിക്ക് നേരത്തെ പഠിക്കാൻ കാരണം. പഠിച്ചോ അമ്മി? കുളിച്ചു കഴിഞ്ഞാ ബാ ചായ കുടിക്കാം. ചായ കുടിക്കാം. ചായ കുടിച്ചാലോ? ചായ എടുത്ത് വെക്കാവേ. അമ്മി കുളിച്ച് ഇറങ്ങി. നീ ചായ ഉണ്ടോട്ടാ? ഞാൻ ചായ ഇട്ടിട്ടില്ല, ഞാൻ കൊണ്ട് കാപ്പി ഇട്ടേക്കുന്ന. 2 പഴംപൊരി കഴിച്ചു. 2 മുട്ട ബജ്ജിയാണോ അത്? എത്രണ്ണം കഴിച്ചു നീ? ഞാൻ ഒരെണ്ണം കഴിച്ചു. കഴിച്ചില്ല, ഒരു കടി അടിച്ചു. അതുള്ളൂ, ഒരു കടി അടിച്ചു. എത്ര പഴംപൊരിയില്. അതെന്റെ അന്ന് ഇതാക്കി വെക്കാൻ. ആരും തുടരരുത്. എല്ലാരെയും വിളിച്ചോ. ചാച്ചനൊക്കെ എണീറ്റു. ചായ വന്നു. ചാച്ചാ വായോ, ചായ കുടിക്കാം. ചായ വന്നു. അമ്മി എന്തി? അമ്മി വായോ, ചായ കുടിക്കാം. അമ്മി ചായ എടുത്ത നേരെ ഇരിക്കാൻ. ഞാൻ ചോദിക്കുന്നത്, ഈ കറണ്ട് ബില്ല് 350 തോന്നുന്നു. നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടുമോ? അതിപ്പോഴൊന്നും കിട്ടിയ അതിപ്പോ കിട്ടില്ലല്ലോ. സമൂസ ഇല്ല, സമൂസ കഴിഞ്ഞു. അവിടെ പെട്ടെന്ന് സമൂസ എല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല നേരത്തെ പോയി മേടിക്കാം. സമൂസ ഷീറ്റ് വാങ്ങിക്കണം, ഞാൻ ഉണ്ടാക്കാം. ഉണ്ടാക്കി നോക്കാം. അമ്മി എങ്ങോട്ട് ഇറങ്ങിയ? മഴ പെയ്യോ നോക്കാനേ ഇറങ്ങിയതാ. ഈ വെയിലെത്താ മഴക്കാറുണ്ട്. അവിടെ മഴക്കാറ്. അവിടെ ഒരു കാറ്റൊക്കെ ഒരു കാറ്റൊക്കെ മാറി വിശ്വാ. അമ്മ ചായ കുടിച്ചു കഴിഞ്ഞില്ലല്ലോ. അമ്മ ആദ്യം പോയി ചായ കുടിക്കും. ഞാനേ തേങ്ങ പൊതിക്കട്ടെ. ഉള്ള പച്ചക്കറി തോരൻ കറി എത്ര ഉണ്ടാക്കിയാലും ഇവിടെ ഉണ്ടോ? ഇവനെ കൊണ്ട് തേങ്ങ അടിക്കാം. ഇനി എല്ലാം എന്റെ. ഞാൻ മാത്രമാണല്ലോ തോരൻ കഴിക്കുന്നുള്ളൂ. അന്നേരം നീ തോരൻ കഴിക്കണം. അമ്മ എനിക്ക് എടുത്തന്നേ, ഞാൻ കുറച്ചല്ലേ കഴിച്ചുള്ളൂ തോരൻ. ഇവനെ കൊണ്ട് തേങ്ങ ഇരണ്ടിക്കാം. അപ്പൊ ഇവൻ ഓർക്കും, അയ്യോ കുറച്ച് കഴിക്കാൻ തോരൻ, അല്ലെങ്കിൽ തേങ്ങ ഇരണ്ടിക്കും. ഞാൻ പയറിട്ടുണ്ട് വെള്ളത്തില്. ഇത് 10 തൈയൊന്നും ഇല്ല. ഇത് 10 തൈയൊന്നും ഇല്ല. ചെറുതുണ്ട്. വലുത് പറിച്ച കൊച്ചാട്ടാ അല്ലേ? വലിയ ഏറ്റവും വലുത് പറിച്ചു. അമ്മീന്റെ കൃഷികളാണ് ഇതൊക്കെ അല്ലേ അമ്മ? അമ്മയുടെ നല്ല സൂപ്പർ കൃഷികൾ. എന്തോരം കിട്ടിയെന്നറിയാവോ? ഇത് കാരണമാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ ആഹാരം പോകുന്നത് അല്ലേ അമ്മേ? തോരൻ കറിയും പച്ചക്കറിയും എല്ലാം ഏറ്റുണ്ട്. ഒരുപാട് കറികൾ കിട്ടും. ഇങ്ങനെ ഇലയിലാണ് അമ്മി പാകുന്നേ. കാണിക്കേ. ഇങ്ങനെ കുമ്പിൾ കുത്തുക ഇല, അതിന് ഇതിനകത്ത് മണ്ണ് നിറയ്ക്കും ഇല്ലേ അമ്മേ? അത് പറയുമ്പോ തന്നെ പറ. ഇതിനകത്ത് നമുക്ക് വേര് പിടിക്കും. ഇതിൻ്റെ അകത്തോട്ട് വേര് താഴോട്ട് പൊക്കോളും. എന്നിട്ട് അത് പറിക്കാതെ ഇലയോടെ അത് നട്ടാൽ മതി. നല്ല ചോട് പിടിച്ചിരിക്കും, ആടിപ്പോവുകയില്ല. അതുപോലെ തന്നെ ഇരിക്കും. അപ്പൊ ഇത് സാധാരണ നമ്മള് പച്ചക്കറി നടുമ്പോ വേറെ പറിച്ച് നടുവല്ലേ. ഇത് പറിക്കണ്ട, അതിന്റെ ഉള്ളിലോട്ട് വെച്ചാൽ മണ്ണിലോട്ട് പോകും. ഇറക്കി കുഴിയിലോട്ട് വെച്ചാൽ. അമ്മി ബുദ്ധിയോടെ തന്നെട്ടാ. അതുകൊണ്ട് ഓരോ ബുദ്ധികൾ തെളിഞ്ഞു വരും. ഇത് കണ്ടാ, ഇത് കണ്ടാ, എന്ത് ഇങ്ങനെ പേരത്തൈ കണ്ടാ. ഇനി ഇതോടെ ഇങ്ങനെ മണ്ണി കുത്തിയാൽ മതിയില്ലേ? കേട്ടാ, അത് ഇവനെ കൊണ്ട് കഴിക്കുന്നതിന്റെ ഒരു ഇത് നടന്നതിൽ കിട്ടിയ. അയ്യോ അത് പോയി. അതോടെ ഇരുന്നോട്ടെ അവിടെ ഇരുന്നോട്ടെ. ഇത് ഇന്ന് കൊച്ചിന്റെ പരീക്ഷ എക്സാം കഴിയുമ്പോൾ നമുക്ക് നല്ല വെയിലുള്ളടത്ത് പോയി നടണത്. ആ ചുമന്ന പേരയ്ക്കത്
ഞാൻ എക്സാം കഴിഞ്ഞിട്ട് അത് എവിടെ നമുക്ക് കിട്ടി ചുമന്ന പേരയ്ക്ക? ചുമന്നല്ല, പേരയ്ക്ക വെളുത്തായിരുന്നു നമ്മൾ തിന്നത്. അത് വലിയ പേരയ്ക്കാൻ മേടിച്ച അന്ന് ആ അതിന്റെ കായ ആ. ഞാൻ ചുമ്മാ കൊണ്ട് കുഴിച്ചിട്ട് അന്നാരണം കുറെ എണ്ണം പിടിച്ച, അത് കുറെ എണ്ണം പോയി. എങ്ങനെ നശിച്ചു പോയതാ? ചീത്തയായി പോയി, കൊറേ ഉണ്ടായിരുന്നു. അത് രണ്ടെണ്ണം പിടിച്ചാൽ മതിയല്ലോ, ഉം. ഇഷ്ടം പോലെ ആയി. നിങ്ങളെപ്പോഴും ഇങ്ങോട്ട് എത്തി? ഞാൻ ഒന്ന് അവിടേക്ക് പോയപ്പോ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ തേങ്ങ ചാടിയിട്ടുണ്ട്, തേങ്ങ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. നിങ്ങൾ ഞാൻ അവിടെ പറഞ്ഞ ഇരുന്നോ? കൂടെ വേണ്ട വേണ്ട, നീ അമ്മയുടെ കൂടെ ഇവിടെ ഇരുന്നു. ചെറുപുറത്ത് സ്ഥലത്ത് വെച്ചിരിക്കും. അമ്മ അങ്ങോട്ട് ചാടി ഇറങ്ങാം. അമ്മി കുഞ്ഞിരങ്ങന്റെ ചോട്ടിലുണ്ട്. ഏതെങ്കിലും അതിന്റെ ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു. അമ്മി ഈ കഞ്ഞി തുറക്കുമ്പോ കഞ്ഞി തുറക്കുമ്പോ ആൾക്കാര് സോറി നോയമ്പ് തുറക്കുമ്പോ ആൾക്കാര് കഞ്ഞി മേടിക്കാൻ പോല. ആ കഞ്ഞിക്ക് പറഞ്ഞ പേരെന്താ? കരിക്കഞ്ഞോ? എന്ത് കരി? അല്ല, വേറൊരു പേര്. തരിക്കഞ്ഞി. തരിക്കഞ്ഞി കരിക്കഞ്ഞിയാ? തരിയല്ല, തരിയാ. തരിക്കഞ്ഞി. ഞെറുക്കരി അങ്ങനെയുള്ള അങ്ങനെ ഇതുണ്ടാക്കുന്നത്, തേങ്ങായും ഒക്കെ ഇട്ട്. അതെന്താ അവര് അത് കഴിക്കുന്നേ? അതാ ഇത്രയും ചട്ടമുണ്ട്. ഇത്രയും ലോങ് ആയിട്ട് ഫാസ്റ്റ് ചെയ്തിട്ടിരിക്കുവല്ലേ? ഇത്രയും ലോങ് ആയിട്ടേ അവര് ഫാസ്റ്റിംഗ് അല്ലേ? ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് അപ്പൊ അവർക്ക് വയറൊക്കെ നന്നാവാനായിട്ട്. വെള്ളം കുടിക്കാതെ അത് ഈ പൂച്ചു അങ്ങനെയൊക്കെ പിന്നെ അത് എന്നിട്ടാ അതിന്റെ ഓല എന്നാലും അത് അയക്കണേ താമസം. ഇത് നാടനല്ലേ കുഞ്ഞത്? ഏതോ ഈ കുഞ്ഞത് ആ നാടനില്ല, ആ ഇപ്പോഴത്തെ പുതിയ തെങ്ങുകളാ. നാടൻ തെങ്ങാണെങ്കിൽ പെട്ടെന്ന് കായ്ക്കും, അറിയോ? അല്ല, പെട്ടെന്ന് കായ്ക്കല്ല, കായ്ക്കില്ല, കൊറേ സമയം എടുക്കും. വർഷങ്ങളാകൊണ്ട് കായ്ക്കണമെങ്കിൽ. നാളെ ഒരാള് പറഞ്ഞു, നിങ്ങൾ ആ മാമയെ കണ്ട മാങ്ങ കിടക്കുന്നു അക്കരെ. അത് ഒത്തിരി എപ്പോഴും ഉള്ളതാ മാങ്ങ നിറച്ചു. കനാലിന്റെ അപ്പുറം അത് ഇവരുടെയാ ആയിരുന്നു. ആയിരുന്നു, ഇവിടെ ആയിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് കാണായിരുന്നത്. രണ്ട് മാവുണ്ട്, രണ്ട് അപ്പുറത്തും ഉണ്ട്. ആണ്ടെ ഇപ്പുറത്തും ഇല്ല മാവുണ്ടോ, അതിലും ഉണ്ട് നിറച്ച്. പള്ളിയിൽ പോകുമ്പോ നമുക്ക് പറിച്ചെടുക്കാം. അവിടെയല്ല, ഇവിടെ ഈ സൈഡ് ഇങ്ങോട്ട് മാറി. അവിടെ അമ്മച്ചി വരൂട്ടാ. എന്റെ മാങ്ങ ആരാടി കത്തെടുത്ത് കേറിട്ട്? അല്ല അവര് അവര് വിറ്റു. വിറ്റല്ലോ. വിറ്റ ആ മാങ്ങ എന്റെ ഇതാ മാവ് ഉള്ള സ്ഥലം. അമ്മയുടെ പിരികം വരെ നിറച്ചു. പിന്നെ വയസ്സായ പിന്നെ നരക്കില്ലേ? എല്ലാവരും തിരക്കില്ല, എല്ലാ പിള്ളമാരും ചേർത്ത് വെച്ചോണ്ട് കോച്ചുവാദം മുതലേ ഇതൊക്കെ കേക്ക് മനുഷ്യന്മാര് ഇതൊക്കെ കളകണം കേട്ടോ. എന്റെ ദൈവമേ, ഒരു മുരിങ്ങ രണ്ട് മുരിങ്ങ. ഒരു കായ കിടപ്പുണ്ട്, കണ്ടില്ലേ? അത് പറിക്ക് കയറി. അയ്യോ, അത് മൂത്തു. ഇത് 5-6 പൂട പോലെയാണല്ലോ ഇരിക്കുന്നത്. 5-6 പൂട പോലെയാണല്ലോ ഇരിക്കുന്നത്. ചുമ്മാ അത് മൂത്തത് മൂത്തൊന്നും ഇല്ല, അത് വലിയ തനിയനാവുന്ന. അത് മൂത്തതുള്ളൂ, 6 വെക്കാൻ കൊള്ളാം പറിച്ച. ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ, ഇനി ബാക്കി നാളെ കാണിക്കാം. ടാറ്റാ.